നീ പടം കണ്ടില്ല? എനക്കെന്താ സമയോ ജോലി തിരക്കല്ലേ. രാവിലെ ഞാൻ ട്രെയിനിൽ കയറിക്കും, വൈകുന്നേരം കോഴിക്കോട് എത്തി. അതുമല്ല മൊബൈലിലാണ് തീരെ ചാർജില്ല, സ്വിച്ച് ഓഫാ. നീ ട്രെയിനിൽ കുത്തിയിട്ടാ പോരാഞ്ഞോ? സൂചി കുത്തുവോ സ്ഥലമില്ല, അന്നേരം കുത്തിയിടാൻ പറഞ്ഞത്. ഇപ്പൊ മൊബൈലും വിളിച്ചില്ല. ഓ മെയ്ത്തിന് തീപ്പെട്ടി ഞാൻ വാങ്ങി. 12:30 മണിയായിട്ടാ. ഇത് ചെഞ്ഞി പേടിപ്പിക്കൊന്നും വേണ്ട, ഇത് ഞാൻ ജനിച്ച് വളർന്ന സ്ഥലാ. പോണ്ടി എന്നുള്ളത് ആലോചിക്കണേ. ഓ അത് ഞാൻ പോയിക്കോളും. പോയ സൈഡാന്ന് പറഞ്ഞു അവൻ പേടിപ്പിക്കുന്നു. ഓനോട് ഇറക്കിത്തരുമോ പറഞ്ഞാ മതി. അതെ അതാ പേടിച്ചോയോ? എന്റെ നാരായണേട്ടനാടാ. നാരായണേട്ടനാണു? ഞാൻ പേടിച്ചോയ നാരായണേട്ട. എന്റെ അമ്മേ, പോത്തുപോലെയായിരുന്നു ചെക്കന്റെ പേടി അറിയിക്കില്ല അല്ലേ? അല്ല നാരായണേട്ട, 1 മണിയായി, നിങ്ങൾ മീൻ പിടിച്ച് കുത്തിരിക്കുന്ന വീട്ടിൽ പോണ്ടേ? വീട് ഓള് പോയാല് പിന്നെ എന്നാർക്കും വേണ്ടട. ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല. വാ ഞാനങ്ങ് ആയിത്തരാം, പേടി തൊണ്ട. വാ നടക്കേ. പേടിയൊന്നുമില്ല. എന്റെ അച്ഛൻ്റെ കയ്യും പിടിച്ചല്ല ഇഞ്ഞ് കാണുന്നത്, എൻ്റെ കയ്യും പിടിച്ചില്ല. അതെനിക്കറിയാം നാരായണേട്ട, നിങ്ങൾ എന്തെങ്കിലും ഞങ്ങളെ നോക്കിയേ. ആകെ ഒരു വേദനയാടാ. നാരായണേട്ട, നിങ്ങൾ നാളെ രാവിലെ ഒന്ന് ഡോക്ടറെ പോയി കാണിക്കും, പൈസ ഞാൻ തരാം. പൈസേൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ലടാ. ഒരുപാട് വിഷമാടാ മോനെ നാരായണത്തിന്. മക്കൾക്കും വേണ്ട, ആർക്കും വേണ്ട. നിങ്ങളെന്തിനാ നാരായണേട്ട വിഷമിക്കുന്നേ? നമ്മളല്ലേ വിഷമല്ലേ, നമുക്ക് നാളെ പറയാം. നിങ്ങൾ ഈ തണുപ്പത്ത് പാതിരാക്ക് വന്നതല്ലേ, നമുക്ക് വീട്ടിൽ കയറിയിട്ട് ഒരു കട്ടൻ കുടിച്ചിട്ട് അങ്ങ് പോവാം. അതാ ഇയാൾ പിന്നെ ഇറങ്ങിപ്പോയാ പാതിരാക്ക് മീൻ പിടിക്കുന്നു. അല്ല നിങ്ങൾ ഇതുവരെ ഉറങ്ങിക്കില്ലേ? 1 മണിയായി, നിങ്ങൾക്കെന്നാ പറ്റിയേ? അല്ല ഇനി അറിയാലേ, നീക്കല നാരായണട്ടെ ഇന്ന് രാവിലെ ഒയച്ചാടി മരിച്ചു. നാരായണട്ടെ കൊണ്ടുവന്നിട്ടുണ്ട്, നാളെ രാവിലെ അടക്കും. ഇനി അങ്ങോട്ട് പോകുന്നില്ലേ?